ഹലോ എവ്രി വൺ, ഇതൊരു സ്പൈസി മുരിങ്ങക്കായ ഫ്രൈ ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായി ഞാനിവിടെ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് ഒരു മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ നെടുകെ കീറിയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ മീഡിയം കഷ്ണങ്ങളാക്കിയിട്ടാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കഷ്ണങ്ങൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ മുരിങ്ങക്കായ്ക്കൊന്നും ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് അടച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഏകദേശം കുറുകി മുരിങ്ങക്കായ കഷ്ണങ്ങളുടെ മുകളിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മുരിങ്ങക്കായ കഷ്ണങ്ങളുടെ മുകളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് നേരം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. മസാലയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈസി മുരിങ്ങക്കായ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇതേപോലെ പുതിയ റെസിപ്പികളുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.